ഹലോ വെൽക്കം ടു ലല്ലൂസ് കിച്ചൺ. നമ്മളിന്ന് ചിക്കൻ്റെ ഒരു പുതിയ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിനങ്ങനെ പപ്പടക്കോൽ കൊണ്ട് ഹോൾട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നമുക്ക് പപ്പടക്കോൽ കൊണ്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നമ്മളതിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഫോർക്കാണ് കുറച്ചും കൂടിയും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു, കാരണം വേഗം വേഗം ഹോൾസ് വീണ് കിട്ടും. പിന്നെ നമുക്കതിന് ശേഷം ഒരു അമ്മിക്കുഴ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചിക്കനെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെന്ന് വെച്ചാൽ ഭയങ്കര അരഞ്ഞു പോകരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. കാരണം വെച്ചാൽ നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളൊക്കെ വേവാതിരിക്കില്ലേ. അപ്പോൾ ഉള്ളു വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് അതിനൊന്ന് അടിച്ചമർത്തുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിങ്ങനെ എല്ലാതും ഒന്ന് ചതച്ച് വെച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുരുമുളക് ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ ജസ്റ്റ് കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മളിത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷൊന്നും അല്ല. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാതും ലേശം മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഒരു നാരങ്ങയുടെ പകുതിയും പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഞാനതുപോലെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അതിന് ശേഷം ഇത് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടും. ഇനി ഫ്രീസറിൽ വെച്ചില്ലെങ്കിലും നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെച്ചാലും മതി. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ 3 മുട്ട നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസ് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വേണം നമുക്ക് നമ്മളെ പാനിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ നമ്മൾ എല്ലാ പീസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും വേവില്ല. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പക്ഷേ നമുക്കിത് ചോറിൻ്റെ കൂടെയൊന്നും ഭയങ്കര എരിവിലൊന്നും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷല്ല. നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് മാറ്റി പിടിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.